പ്രശസ്ത എഴുത്തുകാരി രേഖ ആർ തങ്ങളുടെ നോവൽ പഠനങ്ങൾ ഉൾക്കാട്ടിലെ ചന്ദനമരങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. പ്രമുഖ എഴുത്തുകാരി ഹരിത സാവിത്രി പ്രകാശനം നിർവഹിച്ചു. ഓണാട്ടുകര സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ മാവേലിക്കര AR സ്മാരകത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. യോഗത്തിൽ എഴുത്തുകാരി ഷീല ടോബി പുസ്തകം ഏറ്റുവാങ്ങി. പ്രശസ്ത എഴുത്തുകാരി രേഖ ആർ തങ്ങളുടെ നോവൽ പഠനങ്ങളായ ഉൾക്കാട്ടിലെ ചന്ദനമരങ്ങൾ എന്ന ഗ്രന്ഥം പ്രമുഖ എഴുത്തുകാരി ഹരിത സാവിത്രി പ്രകാശനം ചെയ്തു. ഓണാട്ടുകര സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ മാവേലിക്കര AR സ്മാരകത്തിൽ നടന്ന യോഗത്തിൽ എഴുത്തുകാരി ഷീല ടോബി പുസ്തകം ഏറ്റുവാങ്ങി. ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയി നോവലിലേക്ക് ഞാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ള രാഷ്ട്രീയമായ കാര്യങ്ങൾ ഞാൻ എൻ്റെ നോവലുകളിലൂടെ പറയാൻ ശ്രമിക്കാറുണ്ട്. ഷീല ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം മലയാള സാഹിത്യത്തിലെ ഇത്തരം പുതിയ പ്രവണതകൾ തീർച്ചയായിട്ടും എത്ര പേർ അത് വായനക്കാരൻ തിരിച്ചറിയുന്ന എനിക്ക് സംശയമാണ്. പലരും അതിൻ്റെ ആ സാഹിത്യ ഗുണം അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ കഥയുടെ സൗന്ദര്യം അങ്ങ് വായിച്ച് അവസാനിപ്പിക്കുകയാണ് ചിലരൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ നിരൂപണ ബുദ്ധിയോടെ ഒരു പുസ്തകത്തെ സമീപിക്കാൻ വായനക്കാരെ പഠിപ്പിക്കേണ്ടതും നിരൂപകരുടെ കടമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രേഖയുടെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഉൾക്കാട്ടിലെ ചന്ദനമരങ്ങൾ. ആ ചന്ദനമരങ്ങൾ നമ്മുടെ മലയാള സാഹിത്യത്തിലെ ചന്ദനമരങ്ങളെ തിരിച്ചറിയാൻ രേഖയെ പോലുള്ള പുതിയ തലമുറയിലെ നിരൂപകർക്ക് കഴിയണം. മുകുന്ദൻ, ശ്രീരാധാകൃഷ്ണൻ, ആനന്ദ് തുടങ്ങിയവരുടെ തലമുറ മുതൽ ഏറ്റവും പുതിയ തലമുറകൾ വരെയുള്ള എഴുത്തുകാരുടെ 17 എഴുത്തുകാരുടെ നോവലുകളെ കുറിച്ചുള്ള വളരെ ആധികാരികമായിട്ടുള്ളൊരു പഠനമാണ്. ഈ സാധാരണഗതിയിൽ ഉപരിപ്ലവമായി പറഞ്ഞു പോകാതെ അതിൻ്റെ ഉൾക്കാഴ്ചകൾ കണ്ടെത്തുകയും അതിൻ്റെ ആന്തരിക തലത്തിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിലാണ് തീർച്ചയായും ഉൾക്കാട്ടിലെ ചന്ദനമരങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടർ മധു ഇറവങ്കര അധ്യക്ഷത വഹിച്ചു. ജോർജ് തഴക്കര സ്വാഗതം പറഞ്ഞു. അജയൻ നൂറിനാട് നന്ദിയും പറഞ്ഞു. കവി K. രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. B. അജയകുമാർ പുസ്തകം അവതരിപ്പിച്ചു. എഴുത്തുകാരായ ആർദ്ര മാനസി, VS അജിത്ത്, ഷീബ രജികുമാർ, വിശ്വൻ പടനിലം, ശശികുമാർ മാവേലിക്കര എന്നിവർ സംസാരിച്ചു. കാർത്തിക് ശശിധരൻ, പ്രൊഫസർ രാധാമണി കുഞ്ഞമ്മ, പ്രൊഫസർ VI ജോൺസൺ, ബിനു തങ്കച്ചൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. CDNet ന്യൂസ് മാവേലിക്കര.